ഹായ് ലിനക്സിലെ ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ അടിസ്ഥാനപരവും അതേസമയം ഏറ്റവുമധികം ഉപയോഗിക്കുന്നതുമായ ലിനക്സിലെ ചില കമാൻഡ്സുകളെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം ലിനക്സിൽ ജോലി ചെയ്യാൻ ഒരു നല്ല തുടക്കം നിങ്ങൾക്ക് നൽകുക എന്നതാണ്. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് എച്ചോ കമാൻഡ് ആണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിനക്സ് കമാൻഡ്സുകൾ കേസ് സെൻസിറ്റീവ് ആണ് എന്നതാണ്. കേസ് സെൻസിറ്റീവ് അല്ല എന്ന് സൂചിപ്പിക്കാത്ത പക്ഷം ഇവിടെ എല്ലാ കമാൻഡുകളും അതിന്റെ ഓപ്ഷൻസുകളും സ്മോൾ ലെറ്റേഴ്സിൽ ആണ്. മെസ്സേജുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് ഈ കമാൻഡുകൾ ഉപയോഗിക്കുന്നത്. ടെർമിനലിലേക്ക് പോവുക. Ctrl+Alt+T എന്ന കമാൻഡ് ഒരു ടെർമിനൽ ഉബുണ്ടുവിൽ തുടങ്ങുവാൻ സഹായിക്കും. ഈ കമാൻഡ് ഒരുപക്ഷെ എല്ലാ യുണിക്സ് സിസ്റ്റത്തിലും പ്രവർത്തിക്കില്ലായിരിക്കും. ഒരു ടെർമിനൽ തുറക്കുന്നതിനായി നടപടിക്രമം മുൻപേ തന്നെ മറ്റൊരു സ്പോക്കൺ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. എച്ചോ സ്പേസ് ഹെല്ലോ വേൾഡ് എന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഹെല്ലോ വേൾഡ് എന്ന സന്ദേശം സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. ഒരു വേരിയബിളിന്റെ മൂല്യം പ്രദർശിപ്പിക്കുന്നതിനും നമുക്ക് എച്ചോ കമാൻഡ് ഉപയോഗിക്കാം. പ്രോംപ്റ്റിൽ എച്ചോ സ്പേസ് $ഷെൽ എന്ന് ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഔട്ട്പുട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷെൽസിനെ ആണ്. എസ്കേപ്പ് സീക്വൻസസും നമുക്ക് എച്ചോ കമാൻഡിന്റെ ഒപ്പം ഉപയോഗിക്കാം. ഇതിനുവേണ്ടി ലിനക്സിൽ -e ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടതായി ഉണ്ട്. പൊതുവായ എസ്കേപ്പ് സീക്വൻസസിൽ ടാബിന് വേണ്ടി \t, പുതിയ ലൈനിനു വേണ്ടി \n കൂടാതെ ഉപയോഗിക്കുമ്പോൾ പ്രോംപ്റ്റ് അതേ നിരയിൽ തന്നെ പ്രദർശിപ്പിക്കാൻ കാരണമാകുന്ന \c എന്ന എസ്കേപ്പ് സീക്വൻസും ഉൾക്കൊള്ളുന്നു. എന്തെങ്കിലും എന്റർ ചെയ്യുന്നതിന് മുൻപ് ഒരു സന്ദേശം പ്രോംപ്റ്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഉപയോഗപ്രദമാണ്. പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് -e സിംഗിൾ quotesനുള്ളിൽ \, എന്ന കമാൻഡ് കൊടുത്ത് എന്റർ അമർത്തുക. എന്റർ എ കമാൻഡ് എന്ന് പ്രിന്റ് ചെയ്തതിനു ശേഷം അതേ നിരയിൽ തന്നെ പ്രോംപ്റ്റ് പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാം. ലിനക്സ് കെർണലിന്റെ ഏതു പതിപ്പാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതും നമ്മുടെ മെഷീന്റെ മറ്റു പല സ്വഭാവവിശേഷതകളും അറിയുന്നതിനായി നെയിം കമാൻഡ് നമുക്കുണ്ട്. ഉനേം സ്പേസ് - എന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. എന്താണ് നിങ്ങളുടെ യൂസർനെയിം എന്ന് അറിയുവാൻ who സ്പേസ് am സ്പേസ് I എന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സിസ്റ്റം ഒരു മൾട്ടി യൂസർ സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റത്തിൽ ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ യൂസേഴ്സിന്റെ പേര് ചേർത്തിരിക്കുന്ന പട്ടികയുള്ള who കമാൻഡിൽ നിന്നും വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലോഗിൻ പാസ്വേഡിൽ കോംപ്രമൈസ് ചെയ്യുകയോ ചിലപ്പോൾ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടതായി വരും. ഇതിനുവേണ്ടി നമുക്ക് പാസ്വേർഡ് കമാൻഡ് ഉണ്ട്. passwd എന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. നിങ്ങൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുവാൻ നിങ്ങളോട് ആവശ്യപ്പെടും. ഇവിടെ ഞാൻ എന്റെ സിസ്റ്റത്തിന് നിലവിലുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അത് ശരിയായി എന്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാസ്വേഡ് എന്റർ ചെയ്യുക. ഉറപ്പുവരുത്തുന്നതിനായി ഇത് വീണ്ടും എന്റർ ചെയ്യുക. പക്ഷെ നമ്മുടെ നിലവിലുള്ള പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമുക്ക് നിലവിലുള്ള പാസ്വേഡ് അറിയാതെ തന്നെ പാസ്വേഡ് മാറ്റുവാൻ കഴിയും. പക്ഷെ റൂട്ട് യൂസർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയൂ. ഇനി ആരാണ് റൂട്ട് യൂസർ? ഈ കമ്പ്യൂട്ടറിൽ പ്രത്യേക അധികാരങ്ങളുള്ള ഒരു ആളാണ് ഇത്. സാദൃശ്യം വരച്ചു കാട്ടാനായി നമുക്ക് പറയാം റൂട്ട് യൂസർ എന്നത് വിൻഡോസിൽ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാറ്റസ് ഉള്ള ഒരു യൂസറിന് തുല്യമാണ്. സിസ്റ്റത്തിന്റെ തീയതിയും സമയവും അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. ഇതിനുവേണ്ടി നമുക്ക് ഡേറ്റ് കമാൻഡ് ഉണ്ട്. ടെർമിനലിൽ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ സമയവും തീയതിയും കാണിച്ചു തരും. നമ്മൾ കാണുന്നത് പോലെ ഡേറ്റ് കമാൻഡ് തീയതിയും സമയവും കൂടിയാണ് തരുന്നത്. ഇത് വളരെ ഉപയോഗപ്രദവും കൂടാതെ വിവിധ ഓപ്ഷൻസും ഉള്ള ഒരു യൂട്ടിലിറ്റി ആണ്. പ്രോംപ്റ്റിൽ ഡേറ്റ് സ്പേസ്
പേഴ്സൺ സൈൻ ക്യാപിറ്റൽ ടി എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് നമുക്ക് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്ന ഘടനയിലുള്ള സമയം മാത്രം നൽകുന്നു. പ്രോംപ്റ്റിൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ ഒപ്പം സ്മോൾ h എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് മാസത്തിന്റെ പേര് നൽകുന്നു. പ്രോംപ്റ്റിൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ സ്മോൾ m എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് വർഷത്തിലെ മാസത്തിനെ സംഖ്യാപരമായ ഘടനയിൽ നൽകുന്നു. ഇവിടെ 02 എന്ന് കാണിക്കുന്നത് ഫെബ്രുവരി മാസത്തെയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് അനുസരിച്ച് ഇതിനെ താരതമ്യം ചെയ്യുക. പ്രോംപ്റ്റിൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ സ്മോൾ y എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഇപ്പോഴത്തെ വർഷത്തിന്റെ അവസാന രണ്ടക്കങ്ങൾ നൽകുന്നു. ഈ ഓപ്ഷനുകളെ കൂട്ടിച്ചേർക്കുവാനും നമുക്ക് കഴിയും. ഉദാഹരണത്തിന് പ്രോംപ്റ്റിൽ ഡേറ്റ് സ്പേസ് പ്ലസ് വിത്തിൻ ഡബിൾ ക്വോട്ട്സ് പെർസെന്റേജ് സ്മോൾ h പെർസെന്റേജ് സ്മോൾ y എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇവിടെ കാണിക്കുന്നത് ഫെബ്രുവരി 11 എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കമാൻഡ് CAL ആണ്. ഇത് അത്ര സാധാരണമല്ലെങ്കിലും ഏതു വർഷത്തിന്റെയും ഏതു മാസത്തിന്റെയും കലണ്ടർ കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോഴത്തെ മാസത്തിന്റെ കലണ്ടർ കാണാൻ പ്രോംപ്റ്റിൽ CAL എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിന്റെ കലണ്ടർ കാണണമെങ്കിൽ ഉദാഹരണത്തിന് ഡിസംബർ 2070 പ്രോംപ്റ്റിൽ CAL സ്പേസ് 12 സ്പേസ് 2070 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഡിസംബർ 2070 ന്റെ കലണ്ടർ നമുക്ക് തരുന്നു. കൂടുതൽ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഫയൽസിനെയും ഡയറക്ടറീസിനെയും കുറിച്ച് പരിചയപ്പെടാം. ലിനക്സിൽ മിക്കവാറും എല്ലാം ഫയലാണ്. അപ്പോൾ എന്താണ് ഒരു ഫയൽ? യഥാർത്ഥ ജീവിതത്തിൽ ഫയൽ എന്നത് നമ്മുടെ ഡോക്യുമെന്റ്സും പേപ്പറും സൂക്ഷിക്കാൻ പറ്റുന്ന ഇടത്തെയാണ്. അതുപോലെ തന്നെ ഒരു ലിനക്സ് ഫയൽ എന്നത് ഇൻഫർമേഷനുകളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കണ്ടെയ്നർ ആണ്. അടുത്തതായി എന്താണ് ഒരു ഡയറക്ടറി? ഒരു ഡയറക്ടറി എന്നത് ഫയൽസിന്റെയും മറ്റു സബ് ഡയറക്ടറീസുകളുടെയും ഒരു ശേഖരം ആണ് എന്ന് മനസ്സിലാക്കാം. ചിട്ടയായ രീതിയിൽ നമ്മുടെ ഫയലുകളെ ക്രമപ്പെടുത്തുവാൻ ഒരു ഡയറക്ടറി നമ്മളെ സഹായിക്കുന്നു. വിൻഡോസിലെ ഫോൾഡറുകൾക്ക് സമമാണിത്. ലിനക്സ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയി ഒരു ഹോം ഡയറക്ടറിയിലാണ് ചെല്ലുന്നത്. ഹോം ഡയറക്ടറിയെ കാണുന്നതിനായി പ്രോംപ്റ്റിൽ എച്ചോ സ്പേസ് ഡോളർ ക്യാപിറ്റലിൽ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അടുത്ത കമാൻഡ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടറി ഏതെന്ന് കാണുവാൻ സഹായിക്കുന്നു. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് വ്യക്തമാക്കുന്ന pwd ആണ് ഇത്. പ്രോംപ്റ്റിൽ pwd എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഒരിക്കൽ ഡയറക്ടറിയെ പറ്റി മനസ്സിലാക്കിയാൽ പിന്നെ ആ ഡയറക്ടറിയിലുള്ള ഫയൽസുകളെയും സബ് ഡയറക്ടറികളെയും പറ്റി അറിയാൻ നമ്മൾ ആഗ്രഹിക്കും. ഇതിനു വേണ്ടി നമുക്ക് ls കമാൻഡ് ഉപയോഗിക്കാം. ഇത് വളരെയധികം വിപുലമായി യൂണിക്സിലും ലിനക്സിലും ഉപയോഗിക്കുന്ന കമാൻഡ് ആണ്. ls കമാൻഡ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ ഈ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഫയൽസും സബ് ഡയറക്ടറികളും സാധാരണയായി വ്യത്യസ്ത കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ls എന്നത് വളരെയധികം ഉപയോഗമുള്ള കമാൻഡും പല ഓപ്ഷൻസുകളും ആണ്. അതിൽ ചിലതിനെ നമുക്ക് ഇപ്പോൾ കാണാം. പ്രോംപ്റ്റിൽ ls സ്പേസ് മൈനസ് മൈനസ് all എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഹിഡൻ ഫയൽസ് അടക്കം എല്ലാ ഫയൽസുകളും കാണിച്ചു തരുന്നു. ഇവിടെ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്നത് ഫയൽ നെയിംസ് ഡോട്ടിനാൽ ആരംഭിക്കുന്നതിനെയാണ്. നമുക്ക് ഫയലുകളെ കാണുക മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് -l ഓപ്ഷൻ ഉപയോഗിക്കാം. കമാൻഡ് ls സ്പേസ് മൈനസ് സ്മോൾ l എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക.
ഇത് നമ്മൾക്ക് ഫയൽ അനുമതികൾ, ഫയൽ ഓണേഴ്സിന്റെ പേര്, അവസാന ഭേദഗതിയുടെ സമയം, ബൈറ്റ്സിലുള്ള ഫയൽസിന്റെ വലിപ്പം മുതലായവ തരുന്നു. ഈ ഓപ്ഷൻസിന്റെ ഫീൽഡ്സിനെ പറ്റിയുള്ള വിവരണം ഈ ട്യൂട്ടോറിയലിന്റെ സാധ്യതകൾക്കും അപ്പുറത്താണ്. ls നെ പല ഓപ്ഷൻസിന്റെയും കൂടെ ഉപയോഗിക്കാനും പറ്റും. അത് നമുക്ക് പിന്നീട് കാണാം. ഈ വിവരണങ്ങളെല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിന് പകരം ഒരു ഫയൽസിൽ ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഏത് കമാൻഡ്സിന്റെയും ഔട്ട്പുട്ട് ഈ വിധത്തിൽ നമുക്ക് ഒരു ഫയലിൽ ശേഖരിച്ചു വയ്ക്കാൻ കഴിയും. റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റും ഫയൽസിന്റെ പേരും പിന്നീട് വരുന്നത് പോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ls സ്പേസ് മൈനസ് സ്മോൾ l സ്പേസ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് ഫൈലിൻഫോ എന്ന് എഴുതി എന്റർ അമർത്തുക. ഇപ്പോൾ എല്ലാ ഫയലുകളും ഡയറക്ടറികളുടെ വിവരങ്ങളും ഫൈലിൻഫോ എന്ന് പേരുള്ള ഫയലിൽ രേഖപ്പെടുത്തും. പക്ഷേ ഈ ഫയലിന്റെ ഉള്ളടക്കം എപ്രകാരം നമുക്ക് കാണാൻ പറ്റും? ഇതിനായി നമുക്ക് cat കമാൻഡ് ഉണ്ട്. cat സ്പേസ് ആൻഡ് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. ഇവിടെ ഇത് ഫൈലിൻഫോ ആണ്. എന്നിട്ട് എന്റർ അമർത്തുക. ഇപ്പോൾ നമുക്കതിന്റെ ഉള്ളടക്കം കാണാം. യഥാർത്ഥത്തിൽ cat യുടെ മറ്റൊരു പ്രധാന ഉപയോഗം ഒരു ഫയൽ ഉണ്ടാക്കുവാനാണ്. ഇതിനായി പ്രോംപ്റ്റിൽ cat സ്പേസ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് ഫയൽ നെയിം, ഉദാഹരണത്തിന് file1 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ നമ്മൾ എന്റർ അമർത്തുമ്പോൾ കമാൻഡ് യൂസറിൽ നിന്നും ഇൻപുട്ടിനായി കാത്തിരിക്കും. എന്തുതന്നെ നമ്മൾ ടൈപ്പ് ചെയ്താലും അത് ഫയലിൽ എഴുതപ്പെടും. അതുകൊണ്ട് എന്തെങ്കിലും വാചകം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇൻപുട്ടിന്റെ അവസാനമായി എന്ന് സൂചിപ്പിക്കുവാനായി എന്റർ കീ അമർത്തുക. ഇപ്പോൾ Ctrl D എന്നീ കീകൾ ഒരുമിച്ച് അമർത്തുക. file1 എന്ന പേരിൽ ഒരു ഫയൽ അവിടെ മുൻപേ തന്നെ നിലനിൽക്കുന്നു എങ്കിൽ യൂസർ ഇൻപുട്ട് ഈ ഫയലിൽ എഴുതപ്പെടും. നിലവിലുള്ള file1 എന്ന ഒരു ഫയലിന്റെ അടിയിൽ കൂട്ടിച്ചേർക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രോംപ്റ്റിൽ cat സ്പേസ് ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് file1 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്നതായ മറ്റു പല കമാൻഡുകളും അവിടെയുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്താം. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കമാൻഡുകൾക്ക് പോലും ഇവിടെ പരാമർശിക്കപ്പെട്ടതായി നിരവധി ഓപ്ഷനുകളും സാധ്യതകളും ഉണ്ട്. ഇത് നമ്മളെ ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിച്ചിരിക്കുകയാണ്. സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ഐസിടി-യിലൂടെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷനാൽ സഹായം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് ബിജു ആണ്. ഇതിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.